നെക്സ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഓഫ് കളറിങ് ദ റീജിയൻസ് ഓഫ് എ മാപ്പ്. അതായത് ഇവിടെ ഈ റീജിയൻ നോക്കി, ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിൽ എത്ര റീജിയൻ ഉണ്ട്? ബി, സി, എ, ഡി, എഫ്, ഇ, ജി. അതൊക്കെ ഓരോ റീജിയൻസാണ്. അപ്പോൾ ഈ റീജിയൻസ് നമുക്ക് കളർ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു കളർ പെൻസിൽ കൊണ്ട് കളർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബി എന്ന് പറയുന്ന റീജിയൻ നമ്മൾ റെഡ് കൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സി റെഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ബിയും സിയും റെഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബി റെഡ് കൊണ്ട് ചെയ്താൽ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന റീജിയൻസിൽ റെഡ് ചെയ്യാൻ പറ്റില്ല, വേറെ കളേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ എയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഗ്രീൻ യൂസ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ ബിയിൽ റെഡ്, എയിൽ ഗ്രീൻ യൂസ് ചെയ്തു. ഇനി സിയിൽ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു കളർ യൂസ് ചെയ്യണം. റെഡും ഗ്രീനും അല്ലാത്തൊരു കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഗെയിൻ ഒരു യെല്ലോ ചൂസ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ റെഡ്, ഗ്രീന്, സി യെല്ലോ കൊണ്ട് ചൂസ് ചെയ്തു. ഡി എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? എഗെയിൻ അടുത്ത കളർ കൊണ്ട് ചൂസ് ചെയ്യണം. കാരണം ഡി എന്ന് പറയുന്നത് എയ്ക്കും അഡ്ജസൻ്റാണ്, സിക്കും അഡ്ജസൻ്റാണ്, ബിക്കും അഡ്ജസൻ്റാണ്. സോ എഗെയിൻ നമ്മളൊരു ബ്രൗൺ കൊണ്ട് ചെയ്ത് വിചാരിക്കാം. പിന്നെ നമുക്ക് എഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗെയിൻ റെഡ് കൊണ്ട് ചെയ്യാം. കാരണം എഫും ബിയും അഡ്ജസൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ എത്ര കളർ വേണം? ആ റീജിയൻസ് മൊത്തം കളർ ചെയ്യണം. 4 കളർ മതി. ഓക്കെ, അതാണ് പ്രോബ്ലം ഓഫ് കളറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈ റീജിയൻസ് മൊത്തം കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മതി. 3 സഫിഷ്യൻ്റ് ആയിട്ട് മതി. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ, ഡുവൽ ഗ്രാഫ്. അതായത് ഡുവൽ ഓഫ് എ ഗ്രാഫ് അതാണ് പറയുന്നത്. ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, ഡുവൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഡുവൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാനാ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കി, ബി ഇവിടെ എത്ര റീജിയൻസാണ് വരുന്നത്? ബി, എ, സി, ഡി, എഫ്, ഇ, ജി. അതാണ് റീജിയൻസ് വരുന്നത്. അതിൻ്റെ ഡുവലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നോക്കി, ഈച്ച് മാപ്പ് ഇൻ ദ പ്ലെയിൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഗ്രാഫ്. To set up these correspondence, each region of the map is represented by a vertex. അതായത് ഇതിൽ ഓരോ റീജിയണും, അതായത് ബി, എ, സി അങ്ങനെ പറയുന്ന ഓരോ റീജിയൻസിനെയും നമ്മൾ ഓരോ വേർട്ടെക്സുകളായിട്ടാണ് ഡുവലിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വേർട്ടെക്സ് എന്ന് പറയുന്നത് ബി, സെക്കൻഡ് വേർട്ടെക്സ് എ, സി, ഡി, ഇ, എഫ്, അപ്പോൾ ജി. അതാണ് വേർട്ടെക്സുകൾ എന്ന് പറയുന്നത്. Edges connect two vertices if the region represented by these vertices have a common border. അതായത് ഇവിടെ ബിയും സിയും തമ്മിൽ എന്തുണ്ട്? ഒരു കോമൺ ബോർഡർ ഉണ്ട്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് എന്തുണ്ട്? ഒരു എഡ്ജ് ഉണ്ട്. അതേപോലെ സിയും ഡിയും തമ്മിൽ എന്തുണ്ട്? കോമൺ ബോർഡർ ഉണ്ട്. ഇപ്പോൾ സിയിൽ നിന്ന് എങ്ങോട്ടുണ്ട്? ഡിക്ക് എഡ്ജ് ഉണ്ട്. അതേപോലെ എയും സിയും തമ്മിലുണ്ട്, ബിയും എയിലും തമ്മിലുണ്ട്. പക്ഷേ ബിയും എഫും തമ്മിലില്ല. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡുവൽ വരയ്ക്കേണ്ടത്. Two regions that touch at only one point are not considered adjacent. അതായത് 2 റീജിയൻ ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താവില്ല? അഡ്ജസൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. The resulting graph is called the dual graph of the map. Thus any map in the plane has a planar dual graph. അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ ഡുവൽ എന്ന് വിളിക്കുന്നത്. അതായത് റീജിയൻസിനെ വേർട്ടെക്സ് ആയിട്ട് മാറ്റുക, പിന്നെ 2 റീജിയൻസ് തമ്മിൽ കോമൺ ബോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 റീജിയൻസിൻ്റെ ഇടയ്ക്ക് എന്ത് വരയ്ക്കുക? ഒരു എഡ്ജ് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ ഡുവൽ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഡുവൽ ചോദിക്കാറുണ്ട് കേട്ടോ, ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കിയേ, ഗ്രാഫ് കളറിംഗ്. A coloring of a simple graph is the assignment of a color to each vertex of the graph so that not to, നമ്മളവിടെ പറഞ്ഞില്ലേ, അതായത് ഒരു ഗ്രാഫിന് കളർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അഡ്ജസൻറ്റ് റീജിയൻസിന് അല്ലെങ്കിൽ 2 അഡ്ജസൻറ്റ് വേർട്ടെക്സുകൾക്ക് സെയിം കളർ വരാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. അപ്പോൾ ബിയും സിയും അഡ്ജസൻ്റ് ആണെങ്കിൽ ബിക്ക് റെഡ് കളർ കൊടുത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സിക്ക് റെഡ് തന്നെ കൊടുക്കാൻ പാടില്ല. അതാണ് ഗ്രാഫ് കളറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. The chromatic number of a graph is the least number of colors needed for a coloring of this graph. അതായത് ഒരു ഗ്രാഫ് കളർ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് എത്ര കളർ വേണം, എത്ര കളർ വേണം, ആ എത്ര കളർ എന്നുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രാഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഇത് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 കളേഴ്സെങ്കിലും സഫിഷ്യൻ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ 4 എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ. അതായത് വേർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വേർട്ടെക്സുകൾ സെയിം കളർ വരാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര കളർ ആവശ്യമുണ്ടോ ആ നമ്പർ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ദ 4 കളർ തിയറം. ദ ക്രൊമാറ്റിക് നമ്പർ ഓഫ് എ പ്ലെനാർ ഗ്രാഫ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 4. ഒരിക്കലും ഒരു പ്ലെനാർ, അതായത് പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ ഒരിക്കലും ഗ്രേറ്റർ ദാൻ 4 ആവില്ല എന്ന്, 4ൽ കൂടുതലാവില്ല എന്നാണ് 4 കളർ തിയറം പറയുന്നത്. ഇവിടെ നോക്കി ജിയും എച്ചിൻ്റെയൊക്കെ ക്രൊമാറ്റിക് നമ്പേഴ്സാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് അങ്ങനെ ചോദിക്കാറുണ്ട് ക്രൊമാറ്റിക് നമ്പർ കണ്ടുപിടിക്കാൻ. കാരണം നമ്മുടെ എ ബി സി, അപ്പോൾ എക്ക് റെഡ് കളർ കൊടുത്താൽ ബിക്കും സിക്കും എന്ത് കൊടുക്കാൻ പറ്റില്ല, റെഡ് കളർ, എഗെയിൻ വേറെ 2 കളേഴ്സ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ക്രൊമാറ്റിക് നമ്പർ ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. എന്നിട്ട് വീണ്ടും ഡിക്ക് എക്സ്ട്രാ ബിയും സിയും സെപ്പറേറ്റ് ആയിട്ട് എക്ക് കൊടുത്ത കളർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 കളർ മതി. ഇവിടെ ഇങ്ങനെ കൊടുത്തു നോക്കുക നിങ്ങൾ. ഇവിടെ എക്ക് റെഡ് കൊടുത്തു നോക്കുക, ബിക്ക് ബ്ലൂ, ഗ്രീന്. ഇപ്പോൾ ഡിക്ക് റെഡ് തന്നെ കൊടുക്കാം, പിന്നെ ഡിയോട് അഡ്ജസ്റ്റൻ്റ് ആയി ഇക്ക് എന്ത് കൊടുക്കാം, ഗ്രീന് കൊടുക്കാം. അങ്ങനെ ഈ കളേഴ്സ് കൊണ്ട് തന്നെ നമുക്കിവിടെ പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്തായിരിക്കും, 3 ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പറയുന്നത്, ക്രൊമാറ്റിക് നമ്പറും ഡുവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കുക കേട്ടോ, ഈ ഡുവലിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. K5ൻ്റെ ക്രൊമാറ്റിക് നമ്പർ, അതായത് KNൻ്റെ ക്രൊമാറ്റിക് നമ്പർ എപ്പോഴും N ആയിരിക്കും എന്നാണ് പറയുന്നത്. K5ൻ്റെ ക്രൊമാറ്റിക് നമ്പർ ഇപ്പോൾ എന്തായിരിക്കും, 5 ആയിരിക്കും. അതൊക്കെ ചോദിക്കാറുണ്ട്. KMNൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 2 ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും അത് 2 ആയിരിക്കും കേട്ടോ. അതിൻ്റെയൊക്കെ C5ൻ്റെ ക്രൊമാറ്റിക് നമ്പർ കൂടെ പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. ഇത് ചോദിക്കാറുണ്ട്. ക്രൊമാറ്റിക് നമ്പർ ഓഫ് CN ഈക്വൽ ടു 3 ഇഫ് N ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ. ഇഫ് N ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ വിത്ത് N ഗ്രേറ്റർ, ഈവൺ പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ ക്രൊമാറ്റിക് നമ്പർ 2 ആയിരിക്കും. ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ ക്രൊമാറ്റിക് നമ്പർ 3 ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അപ്ലിക്കേഷൻസാണ് പറയുന്നത്, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇതൊക്കെ പ്രോബ്ലംസ് ആണ് കേട്ടോ, ഫ്രീക്വൻസീസ്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, കളറിങ് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രീസ് ആണ്. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്. അതായത് ഒരു ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും, അത് തമ്മിൽ ഡിസ്കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടാവില്ല, അതിൽ സർക്യൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കി, ഇതിലെവിടെയെങ്കിലും ഒരു ക്ലോസ്ഡ് ഉണ്ടോ, ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സർക്യൂട്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ട്രീ ആയിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ് ട്രീസ് എന്നാ, ഫസ്റ്റ് വൺ ട്രീസ് അല്ലേ, അതിൽ സർക്യൂട്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ അത് ട്രീ ആണ്. സെക്കൻഡ് വൺ ട്രീ ആണോ, അല്ല, കാരണം ഇവിടെ ഡിസ്കണക്ഷൻ ഉണ്ട്, സിയും ഡിയും തമ്മിൽ എന്തില്ല, എഡ്ജില്ല. തേർഡ് വൺ പാർട്ട് സി എന്ന് പറയുന്നത് ട്രീ ആണോ നോക്കി, അല്ല, കാരണം എന്താ, BCD എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് അതിനുണ്ട്, അപ്പോൾ അത് ട്രീ അല്ല. അങ്ങനെ ട്രീ ആണോ അല്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല, കണക്റ്റഡും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ട്രീ ആയിരിക്കും. ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്നിങ് നോ സിമ്പിൾ സർക്യൂട്ട് ആർ കോൾഡ് ഫോറസ്റ്റ്. അതായത് കണക്റ്റഡ് ഗ്രാഫിൽ സർക്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രീ, അപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ സർക്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫോറസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു തിയറം ഇവിടെ പറയുന്നുണ്ട്. ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എ യുണീക്ക് സിമ്പിൾ പാത്ത് ബിറ്റ്വീൻ എനി ടു ഓഫ് ഇറ്റ്സ് വെർട്ടീസസ്. അതായത് ഒരു ട്രീയിൽ, അതായത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ട്രീ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവാൻ പാടില്ല, ഏത് 2 വേർട്ടെക്സ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ സിമ്പിൾ പാത്തേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സിമ്പിൾ പാത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്തുമായിരിക്കും, ട്രീ ആയിരിക്കും. അത് ക്ലിയർ അല്ലേ? അത് കാരണം ഒരു ഗ്രാഫ് ട്രീ ആണ്. ട്രീ ആവണമെന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാവില്ല. കാരണം ഒരു വേർട്ടെക്സിൽ നിന്ന് അതിലേക്ക് ഒരു എഡ്ജ് വരിക, അതിൽ നിന്നൊരു എഡ്ജ് പോവുക, അതിലേക്ക് വീണ്ടും എഗെയിൻ ഒരു എഡ്ജ് വന്നാൽ അതിൻ്റെ ഡിഗ്രി 3 ആയിട്ട് മാറും. അപ്പോൾ അതെന്തായിട്ട് മാറും, ഒരു സർക്യൂട്ട് ഫോം ചെയ്യും. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു യുണീക്ക് സിമ്പിൾ പാത്തേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഒരു സ്മോൾ ലെറ്റർ എക്സും വൈ ഒക്കെ വെച്ചിട്ട് ഇവിടെ പ്രൂഫ് പറയുന്നുണ്ട്. ഇത് വായിച്ച് നോക്കുക കേട്ടോ, പ്രൂഫ് പഠിക്കണം. ഈ റൂട്ടഡ് ട്രീസ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എ റൂട്ടഡ് ട്രീ ഈസ് എ ട്രീ ഇൻ വിച്ച് വൺ വേർട്ടെക്സ് ഹാസ് ബീൻ ഡിസിഗ്നേറ്റഡ് ആസ് ദ റൂട്ട് ആൻഡ് എവറി എഡ്ജ് ഈസ് ഡയറക്ട്ലി എവേ ഫ്രം ദ റൂട്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു റൂട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, റൂട്ടിൽ നിന്നാണ് നമ്മൾ ബാക്കി സ്റ്റെം ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് എടുത്തു, അതിൽ നിന്ന് ഇങ്ങനെ റൂട്ട് പോലെ തന്നെയല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സം വേർട്ടെക്സിൽ നിന്ന് ബാക്കി
വേർട്ടെക്സിലോട്ടൊക്കെ എഡ്ജ് പോകുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റൂട്ടഡ് വേർട്ടെക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഇത് റൂട്ടഡ് വേർട്ടെക്സ് ഏതായിരിക്കും? എ ആയിരിക്കും. ഇവിടെ റൂട്ടഡ് വേർട്ടെക്സ് എന്തായിരിക്കും? സി ആയിരിക്കും. അതാണ് റൂട്ടഡ് വേർട്ടെക്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂട്ടഡ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടഡ് വേർട്ടെക്സ് ഉള്ള ഒരു ട്രീനെ നമ്മൾ റൂട്ടഡ് ട്രീ, അതായത് സർക്യൂട്ട് ഉണ്ടാവില്ല. അതിൻ്റെ നോട്ട്സൊക്കെ വായിച്ചു നോക്കുക കേട്ടോ, പാരൻറ്റും ഇൻറ്റേർണൽ വേർട്ടെക്സും അതൊക്കെ ഡെഫിനിഷൻസ് വായിച്ചു നോക്കുക. സബ് ട്രീ നോക്കിയേ, സബ് ട്രീ. If A is a vertex in a tree, the subtree with A as its root is the subgraph of the tree consisting of A and its descendants and all edges incident to this. Okay. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പാരൻ്റ് ഓഫ് സി. സിയുടെ പാരൻ്റ് ആരാണ് ക്വസ്റ്റ്യൻ. ആരാ സിയുടെ പാരൻ്റ് എന്ന് പറയുന്നത്? സി ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ബിയിൽ നിന്നാണ്. അപ്പോൾ ബി ആണ് അതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത്. ദ ചിൽഡ്രൻസ് ഓഫ് ജി. ജിയുടെ ചിൽഡ്രൻസ് ഏതൊക്കെയാണ്? എച്ച്, ഐ, ജെ. അങ്ങനെ. ദ സിബ്ലിങ്സ് ഓഫ് എച്ച്. എച്ചിൻ്റെ സിബ്ലിങ്സ് ഏതൊക്കെയാണ്? സി, എച്ചിൻ്റെ സിബ്ലിങ്സ് ഐയും ജെയും കൂടെയുള്ളത്. ഇനി ലാസ്റ്റ് വൺ നോക്കി, ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ജി. അതായത് ഇതൊരു ഗ്രാഫ്, സബ് ട്രീ റൂട്ടഡ് ജി എന്ന് പറഞ്ഞാൽ ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സബ് ഗ്രാഫ് നമ്മൾ വീണ്ടും വരയ്ക്കുക. അതാണ് സബ് ട്രീ എന്ന് പറയുന്നത്. നോക്കി എമ്മറി ട്രീ നോക്കി. എ റൂട്ടഡ് ട്രീ ഈസ് കോൾഡ് ആൻ എമ്മറി ട്രീ ഇഫ് എവറി ഇൻറ്റേർണൽ വേർട്ടെക്സ് ഹാസ് നോ മോർ ദാൻ എം ചിൽഡ്രൻ. അതായത് ഒരു റൂട്ടഡ് ട്രീനെ നമ്മൾ എമ്മറി ട്രീ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊരു ഇൻറ്റേർണൽ വേർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് എന്തുണ്ടാവാൻ പാടില്ല? എം ചിൽഡ്രനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയേ, ഇവിടെ 3 ചിൽഡ്രൻ വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഫസ്റ്റ് റൂട്ടഡ് വേർട്ടെക്സിന് 2 ചിൽഡ്രനേ ഉള്ളൂ, പക്ഷെ രണ്ടാമത്തതിന് 3 ചിൽഡ്രൻ വീതം വരുന്നുണ്ട്. മാക്സിമം 3 വരുന്നുള്ളൂ. അപ്പോൾ അതെന്ത് ട്രീ? ആ 3 ട്രീ ആയിരിക്കും. അതായത് മാക്സിമം എമ്മറി ചിൽഡ്രൻസേ അതിനുണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ബാക്കി ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഈ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. എ ട്രീ വിത്ത് n vertices ആസ് n-1 എഡ്ജസ്. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും തിയറംസ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഈ പോയിൻറ്റ്സ് ഓർത്താൽ മതി. L is as n is equal to ml-1/m-1 vertices. അതൊന്നും ചോദിക്കാറില്ല അധികം, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. Next definition, level. The level of a vertex V in a rooted tree is the length of the unique path from the root to this vertex. അതായത് ഒരു വേർട്ടെക്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ആ റൂട്ടിൽ നിന്ന് ആ വേർട്ടെക്സിലോട്ട് എത്ര ലെങ്ത് ഉണ്ടോ അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഫൈൻഡ് ദ ലെവൽ ഓഫ് ഈച്ച് വേർട്ടെക്സ്. ഈ ഓരോ വേർട്ടെക്സിൻ്റെ ലെവൽ കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഡിസ്റ്റൻസ് 0, അപ്പോൾ ലെവൽ 0. വേർട്ടീസസ് ബിയും ജെ കെയുടെ ലെവൽ എന്താ വരിക? 1 വരിക. കാരണം റൂട്ടഡ് വേർട്ടെക്സിന് ഒരു എഡ്ജാണ് ബിയിലോട്ടുള്ളത്, ഒരു എഡ്ജാണ് ജെയിലോട്ടുള്ളത്, ഒരു എഡ്ജാണ് കെയിലോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലെവൽസ് എന്ത് വരും? 1 വരും. വേർട്ടെക്സ് CEFൻ്റെ ലെവൽ എന്ന് പറയുന്നത് 3 ആണ് വരിക. 3 എഡ്ജ് കഴിഞ്ഞിട്ടാണ് സിയിലോട്ട് എത്തുന്നത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സിയിലെത്താൻ എത്ര എഡ്ജ് കവർ ചെയ്യണോ ആ നമ്പറാണ് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര ലെവലുണ്ട്? ലെവൽ 1, ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 വരെ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് 4. അതായത് വേർട്ടെക്സ് 4ൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ബാലൻസ്ഡ് എമ്മറി ട്രീസ്. എ റൂട്ടഡ് എമ്മറി ട്രീ ഓഫ് ഹൈറ്റ് h is balanced if all the leaves are at levels h or h-1. എല്ലാ ലീവ്സും h or h-1 നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റൂട്ടഡ് എമ്മറി ട്രീ എന്ന് പറയുന്നത് ബാലൻസ്ഡ് എമ്മറി ട്രീ ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ബാലൻസ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണോ നോക്കിയേ. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്?
T1-ൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. അതിൻ്റെ എല്ലാ ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാ ലാസ്റ്റ് നിൽക്കുന്നതല്ലേ. എല്ലാ ലീവ്സും ഏതിലാണ് നിൽക്കുന്നത്? ലെവൽ 3-ൽ. ഇവിടെ മൂന്നാമത്തേലൊരു ലീഫ് ഉണ്ട്. മൂന്നാമത്തേൽ ഒന്നല്ല, കുറേ ലീവ്സ് ഉണ്ട്. നാലാമത്തേലും ഉണ്ട്. അപ്പം H or H-1, അതായത് 4 or 4-1. 4ഉം തേർഡ് ലെവലിൽ തന്നെയാണ് അതിൻ്റെ ലീഫ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? ബാലൻസ്ഡ് ആണ്. അങ്ങനെ നോക്കാനാണ് പറയുന്നത്. തിയറം ചോദിച്ചു കണ്ടിട്ടില്ല. ദർ ആർ അറ്റ്മോസ്റ്റ് എംബ്രേസ് ടു H ലീവ്സ് ഇൻ ആൻ എമ്മറി ട്രീ ഓഫ് ഹൈറ്റ് H. ഒന്ന് നോക്കി നോക്കുക കേട്ടോ, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ കൊറോളറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇഫ് ആൻ എമ്മറി ട്രീ ഓഫ് ഹൈറ്റ് H ഹാസ് L ലീവ്സ് ദെൻ H ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് L വിത്ത് ബേസ് ക്യാം. അതായത് മറ്റേ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനും ലോവസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനും, അതാണ് ആ ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ എമ്മറി ട്രീ ഈസ് ഫുൾ ആൻഡ് ബാലൻസ്ഡ് then H is equal to log L with base cam. അത് എളുപ്പമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കിട്ടും കേട്ടോ, വായിച്ചു നോക്കും. പിന്നെ അത് വെച്ചുള്ള പ്രോബ്ലംസാണ് ഈ പറയുന്നത്. കംപ്ലീറ്റ് എമ്മറി ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലീഫും സെയിം ലെവലിൽ തന്നെ ആയിരിക്കും. ആ H തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് എമ്മറി ട്രീ എന്നാണ് വിളിക്കാറ്. നെക്സ്റ്റ് ഡെഫിനിഷൻ സ്പാനിങ് ട്രീസ് ആണ്. സ്പാനിങ് ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ let G be a simple graph. A spanning tree of G is a subgraph of G that is a tree containing every vertex of G. അതായത് ഒരു ട്രീ എന്ന് പറഞ്ഞാൽ അതിൽ സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല, കണക്റ്റഡ് ആയിരിക്കണം. ഒരു സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും, പക്ഷേ അതിൽ എന്തുണ്ടാവില്ല? സർക്യൂട്ട് ഉണ്ടാവില്ല. അതോടൊപ്പം എന്തുണ്ട്? ആ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സുകളും അതിൻ്റെ സബ് ഗ്രാഫിലും കൂടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് സ്പാനിങ് ട്രീ ആണെന്ന് പറയും. ഇതിൻ്റെ സ്പാനിങ് ട്രീ വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാ വേർട്ടെക്സുകളും സബ് ഗ്രാഫിൽ ഉണ്ടാവണം. സം എഡ്ജസ് മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓൾസോ എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. സർക്യൂട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമുക്ക് എത്ര ഗ്രാഫ് വേണമെങ്കിലും വരയ്ക്കാം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരെണ്ണം വരച്ചാൽ മതി. ഓക്കെ, സ്പാനിങ് ട്രീ എങ്ങനെ കണ്ടുപിടിക്കാം? കുറേ സ്പാനിങ് ട്രീ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക. മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് എ മിനിമം സ്പാനിങ് ട്രീ ഇൻ എ കണക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് ഈസ് എ സ്പാനിങ് ട്രീ ദാറ്റ് ഹാസ് ദ സ്മോളസ്റ്റ് പോസിബിൾ സം ഓഫ് വെയ്റ്റ് ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ഇത് മിനിമം സ്പാനിങ് ട്രീ എന്താ നമ്മൾ പഠിച്ചു? മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയ്റ്റിൻ്റെ സം എന്ന് പറയുന്നത് ചെറുതായിരിക്കണം. ഏറ്റവും മിനിമമായിട്ട് വരുന്ന സ്പാനിങ് ട്രീ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നതാണ് ഇതിൻ്റെ വെയിറ്റ്. ആ എഡ്ജിൻ്റെ വെയിറ്റ് 2000 ആണ്, ഈ എഡ്ജിൻ്റെ വെയിറ്റ് 1200 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വെയിറ്റിൻ്റെ സമ്മ് ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സ്പാനിങ് ട്രീയാണ് നമ്മൾ വിളിക്കുന്നത് മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഇനി മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതംസ് ആണ് പറയുന്നത് പ്രിംസ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ മിനിമൽ സ്പാനിങ് ട്രീ ഫോർ ദ ഫോളോയിങ് ഗ്രാഫ് ബൈ പ്രിംസ് അൽഗോരിതം. അതങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിംസ് അൽഗോരിതം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം വെയിറ്റ് അടിച്ചെടുക്കുക. ഏറ്റവും ചെറുത് ഏതാ? അതിൽ 1 അല്ലേ ചെറുത്? അത് ഏത് അടിച്ചാൽ EF ആണ്. ഓക്കെ, അടുത്തത് ഏതാ? 1. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ടേബിൾ വരച്ചോളാം. 1 2 എഡ്ജസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് EF എന്ന് പറയുന്ന എഡ്ജിൻ്റെ വെയിറ്റ് 1 ആണ്. പിന്നെ ഏതാ വരുന്നത്? ദ ലീസ്റ്റ് വെയിറ്റ് എഡ്ജസ് ഇൻസിഡൻറ്റ് ടു ദ ട്രീ കൺസ്ട്രക്റ്റഡ് ആർ ഓക്കെ. ഇനി EFലോട്ട് വരുന്ന ഏറ്റവും ചെറുത് ഏതാ? CF വരുന്നുണ്ട്, EHും വരുന്നുണ്ട്. രണ്ടെണ്ണത്തിന് വെയിറ്റ് എന്താ വരുന്നത്? CF.
രണ്ടെണ്ണത്തിന് വെയിറ്റ് എന്താ വരുന്നത്? 3 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ അടുത്തത് ഏതാ? സി എഫും ഇ എച്ചും വെയിറ്റ് 3 വരുന്നുണ്ട്. സോ വി ആഡ് 1 ഓഫ് ദം ടു ദ 3. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ സി എഫ് ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇ എച്ച്. അപ്പോൾ എ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എഫ് വരയ്ക്കാം. ഇ എഫ് 1, പിന്നെ സി എഫ് ആഡ് ചെയ്യുക 3 എന്ന് പറയുന്നത്. ഇവിടെ ഇയിൽ നിന്ന് എന്ത് ചെയ്യുക? ഇ എച്ച് ആഡ് ചെയ്യുക. ഇനി അടുത്തത് ഇപ്പോൾ ഇ എച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ഇവിടെ സിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത വെയിറ്റ് ലിസ്റ്റ് നോക്കുക. ഏറ്റവും കുറവ് ഏതാ? 2 ആണ് വരുന്നത്. അപ്പോൾ ഇ എച്ചിൽ നിന്ന് എച്ച് ഐ വരയ്ക്കുക ഇങ്ങോട്ട്. പിന്നെ വരുന്നത് സിയിലല്ലേ കിടക്കുന്നത്, ബി സിയിൽ നിന്ന് പോകുന്ന ഏറ്റവും ചെറുത് ഏതാ? ബി സി ആണ്. അപ്പോൾ ബി സി ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ ഏതാ? പിന്നെ പോകുന്ന ബിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഡിയിലോട്ടാണ്. അപ്പോൾ 3. അങ്ങനെ ലീസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ വരച്ച് വരിക. അതിനെയാണ് മിനിമം സ്പാനിങ് ട്രീ ബൈ പ്രിംസ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഓരോ വെയിറ്റ് ഇങ്ങനെ എഴുതി വന്നു. ബി എഫ് ഫസ്റ്റ് 1 എഴുതി. അപ്പോൾ ബി എഫ് എന്ന് പറയുന്നത് 5 വരയ്ക്കുക. ദെൻ ബിയിൽ നിന്ന് സ്റ്റാർട്ട്, ബിയിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? എ ബി എന്ന് പറയുന്നത് വരുന്നുണ്ട്. 2 ആണ് അതിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എഫ് ജെ 2, അപ്പോൾ ഈ രണ്ടും വരയ്ക്കുക. നെക്സ്റ്റ് എ ഇ ഐ ജെ, എ ബി അല്ലേ? ഇപ്പോൾ അതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് നമ്മൾ എയിലും നിൽക്കുന്നുണ്ട്, ജെയിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ എ ഇ 3 കിട്ടുന്നുണ്ട്, ഐ ജെ 3 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കുക. ദെൻ എഫ് ജി, അങ്ങനെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ വരിക. എന്നാണ് പ്രിംസ് അൽഗോരിതം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ പ്രിംസ് അൽഗോരിതം. ഈ ക്രസ്കസ് അൽഗോരിതം ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം.